ക്രിപ്റ്റോക്സിറ്റ് നമുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ KKR വീണ്ടും പരാജയപ്പെട്ടു. KKRന്റെ അവസ്ഥ ഈ സീസണിൽ വളരെ ദയനീയ അവസ്ഥയാണ്. അവരുടെ പ്ലേ ഓഫ് സാഹചര്യങ്ങളൊക്കെ മട്ടൊക്കെ അവസാനിച്ച മട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടോ വെച്ചാൽ സൈഡ് ചാൻസസുകളുണ്ട്. ഇപ്പൊ 6 കളി കളിച്ചിട്ട് KKR 5 പരാജയം KKRനെ ഏറ്റുവാങ്ങി. ഒരു കളി മഴ പെയ്തിട്ട് രക്ഷപ്പെട്ട ഒരു പോയിന്റ് കിട്ടി. അപ്പൊ KKRന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ് ഇപ്പോ. ഇനിയിപ്പോ 8 കളിയാണ് KKRന് ബാക്കിയത്. ആ 8-ൽ നിങ്ങൾക്ക് 8 മത്സരം വിജയിച്ചാൽ പോലും 16 പോയിന്റ് ആവും. അപ്പോഴും ബാക്കിയുള്ള ടീമിനെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇനിയുള്ള മാച്ചസ് ഒക്കെ ക്രൂഷ്യൽ മാച്ചസ് ആണ് KKRന്. ഏതായാലും നമുക്ക് ഇന്നലെ മത്സരം ഒന്ന് സമഗ്രമായിട്ട് വിലയിരുത്തണം. ഇന്നലെ KKRും GTയും തമ്മിൽ നടന്ന മത്സരത്തിൽ അഹമ്മദാബാദിലാണ് മത്സരം ഉണ്ടായത്. KKR നായകൻ അജിൻക്യ രഹാനെ ടോസ് കിട്ടിയിട്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അദ്ദേഹം പറഞ്ഞത് നമ്മളെ ബാറ്റ്സ്മാൻമാർക്ക് പ്രഷർ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ബാറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് അജിൻക്യ രഹാനെ പറഞ്ഞത്. ഇന്നലെ ഒരു ടീം സൈഫേർട്ടാണ് ഇറക്കിയത്. ടീം സൈഫേർട്ടും അജിൻക്യ രഹാനെയും കൂടി ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ രഹാനെ ഗോൾഡൻ ഡക്കായി മടങ്ങുന്നു. രഹാനെ ഈ സീസണിൽ വളരെ പരിതാപകരമാണ്. ആകെ ഒരു കളി മാത്രം 50 അടിച്ച് അതിനുശേഷം ഒരു ഇതുമായും ചെയ്തിട്ടില്ല. 1 ഡൗൺ ആയിട്ട് അൻഗ്രിഷ് രഘുവൻഷി ഇറങ്ങുന്നു. പക്ഷെ തൊട്ടടുത്ത ഓവർ കഗീസോ റബാഡന്റെ ബോളിൽ ബട്ട്ലർ പിടിച്ച് രഘുവൻഷി പുറത്താവുമ്പോൾ KKR ഒരു വലിയ കൊളാപ്സിലേക്ക് തോന്നി. കാരണം 2 ഓവറിൽ 21 2 വിക്കറ്റ്. നമ്പർ 4 ഇറങ്ങിയ ക്യാമറോൺ ഗ്രീൻ ഈ സീസണില് വളരെ മോശം ഫോമിലാണ്. അദ്ദേഹത്തിന് ആ ബിഗ് പ്രൈസ് ടാഗിന്റെ പ്രഷറാണ്. അദ്ദേഹം ഇന്നലെയും ആദ്യം കുറെ സ്ട്രഗിൾ ചെയ്തു. ടീം സൈഫേർട്ട് ഇന്നലെ 14 പന്തിൽ 19 റൺസ് എടുത്തിട്ട് ടീം സൈഫേർട്ടും കൂടി ഔട്ടായി. അദ്ദേഹത്തിന് കൊൽക്കത്ത കൊണ്ട് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 6ഉം 2 4ഉം അടക്കം 14 പന്തിൽ 19 റൺസ് അടിച്ച് റബാഡയുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് പിടിച്ച് പുറത്താകുന്നു. ക്യാമറോൺ ഗ്രീന് കൂട്ടായിട്ട് റൗമൻ പവന് വരുന്നു. പവന് വന്നപ്പാട് കുറച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 20 പന്തിൽ 27 റൺസ് എടുക്കുന്നു. ടീം സൈഫേർട്ട് 32 റൺസ് പോകുന്നു. പിന്നെ ഒരു 50 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് പവനും ഗ്രീനും കൂടി ടീമിനെ വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നാൽ പവല് അശോക് ശർമ്മന്റെ ഒരു കിടിലൻ സ്ലോവർ ബോൾ ആയിരുന്നു. അത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിന് ടൈമിംഗ് കിട്ടി. അദ്ദേഹം അടിക്കുന്നു. സിറാജ് പിടിച്ച് പുറത്താകുന്നു. പിന്നെ അനുകൂൽ ഡ്രൈവ് വരുന്നു. അപ്പോഴും ഗ്രീൻ ഒരു ഭാഗത്ത് അടിച്ചു കളിക്കുന്നുണ്ടായിരുന്നു. റാഷിദ് ഖാൻ അദ്ദേഹം കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തു. റാഷിദ് ഖാൻ അദ്ദേഹം അറ്റാക്ക് ചെയ്ത കാഴ്ച കണ്ടില്ലേ. അനുകൂൽ ഡ്രൈവ് 7 പന്തിൽ 9 റൺസ്. റിങ്കു സിംഗ് 2 പന്തിൽ 1 റൺസ്. അപ്പോഴും ഗ്രീൻ ഒരു ഭാഗത്ത് അഡിഷൻ കളിക്കുന്നുണ്ട്. പിന്നെ റമൻദീപ് വന്നിട്ട് 2 4 6 ഒക്കെ അടിച്ചു. അദ്ദേഹം 8 ബോളിൽ 17 റൺസ് എടുക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും അശോക് ശർമ്മ എടുത്ത് കളയുന്നത്. എന്നാൽ പിന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടായത്. 17ാമത്തെ ഓവർ യഥാർത്ഥത്തിൽ 16.3 റമൻദീപ് സിംഗ് പോകുന്നത്. പിന്നീട് ഉണ്ടായത് എന്താണ്, 16ാമത്തെ ഓവറാണ് 165 റൺസിലേക്ക് എത്തി. അങ്ങനെയുള്ള ടീമാണ്. പിന്നത്തെ 4 ഓവറിൽ 20 റൺസിലേക്ക് എത്തിയിട്ടുള്ളൂ. അതിലാണ് നോക്കേണ്ടത്. അതിന് കാരണം എന്താ അറിയോ, സുനിൽ നരേൻ വന്നിട്ട് ആ ബോൾ ഒരു 4-5 ബോൾ മിസ്സാക്കുന്നു. അദ്ദേഹം അടിക്കുന്നത്. അദ്ദേഹം 5 ബോൾ നരേൻ പോകുമ്പോൾ ക്യാമറോൺ ഗ്രീന് ബോൾ കുറെ സമയം കിട്ടിയിട്ട് അദ്ദേഹം ടച്ച് വിട്ടുപോയി. ആ നല്ല ഫോമിലെ വന്നാൽ പിന്നെ അദ്ദേഹം ബോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ഓവർ ഗ്രീന് കൊടുത്തിട്ടില്ല. അത് 2-3 ഓവർ കൊടുത്തിട്ട് അദ്ദേഹം ടച്ച് വിട്ട് പോയി. അദ്ദേഹത്തിന് പഴയ പോലെ അടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് സംഭവിച്ചത്. അദ്ദേഹം 55 പന്തിൽ 79 റൺസ് അടിച്ചു. 7 4കളും 4 സിക്സറുകളും ക്യാമറോൺ ഗ്രീൻ അടിച്ചു. അദ്ദേഹം റാഷിദ് ഖാനാണ് യഥാർത്ഥത്തിൽ അടിച്ചു പരത്തിയ ശേഷം റാഷിദ് ഖാന്റെ പന്തിൽ തന്നെ അദ്ദേഹം ഔട്ട് ഔട്ട് ചെയ്തു. കളിയുടെ അവസാന പന്തിൽ 20ാമത്തെ ഓവറിൽ 26ാമത്തെ പന്തിലാണ് റാഷിദ് ഖാന്റെ പന്തിൽ ബട്ട്ലർ പിടിച്ച് അദ്ദേഹം ഔട്ട് ആവുന്നു. അപ്പൊ ടീം 20 ഓവറിൽ 180 റൺസ്. അഹമ്മദാബാദ് പിച്ചില് 180 എന്നുള്ളവര് വിജയിക്കാൻ പറ്റുന്ന ടോട്ടലാണ്. കാരണം സെക്കൻഡ് ഇന്നിംഗ്സും ബോളേഴ്സും കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടാൻ ക്യാച്ചിലർ പിച്ചാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് GTയുടെ ബൗളിംഗ് ആയിരുന്നു. GTയുടെ ബൗളിംഗിൽ ഇപ്പൊ സിറാജ് 4 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റുകളാണ് സിറാജ് വീഴ്ത്തിയത്. റബാഡ 4 ഓവറിൽ 29-ന് 3. പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 32-ന് 1. അശോക് ശർമ്മ 4 ഓവറിൽ 45-ന് 2. റാഷിദ് ഖാൻ 4 ഓവറിൽ 44-ന് 1. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ക്യാമറോൺ ഗ്രീൻ ഒരു കൂട്ടായിട്ട് വേറെ ബാറ്റ്സ്മാൻമാരെ വന്നു. അവർക്ക് പണിഷിപ്പ് ഉണ്ട്. അതാണ് പറ്റിപ്പോയത്. പിടിച്ചു നിൽക്കുന്ന കാര്യം പിടിച്ചു നിൽക്കില്ല. അറ്റാക്ക് ചെയ്തിട്ടില്ല. അതൊന്നും പ്രശ്നമായി പോയി. അവസാന ഘട്ടത്തിലൊക്കെ 4 ഓവറിൽ ബുദ്ധിമുട്ട്. അതൊക്കെയാണ് ഇന്നലെ KKRന്റെ ബാറ്റിംഗിൽ 150 ഒതുങ്ങാൻ ഇല്ലെങ്കിൽ 200 വരാനുള്ള സ്കോർ തന്നെയായിരുന്നു. GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ
സായി സുദർശനും ശുഭ്മൻ ഗില്ലും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. പവർ പ്ലേയിൽ അവസാനം, അതായത് 6ാമത്തെ ഓവർ ആദ്യത്തെ പന്തിലാണ് സായി സുദർശനെ പറഞ്ഞേക്കുന്നത്. സുനിൽ നരേൻ അദ്ദേഹത്തിന്റെ പന്തിൽ കാർത്തിക് ത്യാഗി പിടിച്ച് സായി സുദർശൻ മുമ്പ് 16 പന്തിൽ 22 റൺസാണ് സായി സുദർശൻ എടുത്തത്. 2 സിക്സറുകളും 1 ഫോറുകളും അടിച്ചു. ശുഭ്മൻ ഗിൽ ക്യാപ്റ്റന്റെ പ്രകടനം എടുത്തു പറഞ്ഞ അദ്ദേഹം 50 അടിച്ചു. അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറാണ് ശുഭ്മൻ ഗിൽ. അത് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ ഒരു 3-4 സീസൺ എടുത്തോ, നിങ്ങൾ ഗില്ലിനെ ചെയ്തോ, പക്ഷെ IPL ഈ 4 സീസൺ ഏറ്റവും റൺ അടിച്ച പ്ലെയർ ശുഭ്മൻ ഗിൽ തന്നെയാണ്. അദ്ദേഹത്തിന് 50 പന്തിൽ 86 റൺസ് അടിക്കുന്ന കാഴ്ച കണ്ടിൽ 8 ഫോറുകളും 4 സിക്സറും അദ്ദേഹം അടിച്ചു. വൈഭവ് അറോറയുടെ പന്തിൽ ക്യാമറോൺ ഗ്രീനെ പിടിച്ചാണ് അദ്ദേഹം പുറത്തായത്. അദ്ദേഹവും ബട്ട്ലറും കൂടി യഥാർത്ഥത്തിൽ ഇങ്ങനെ 57 റൺസ് സാധിച്ച ബട്ട്ലർ പോകും. ബട്ട്ലറിനെ പറഞ്ഞേക്കുന്നത് വരുൺ ചക്രവർത്തിയാണ്. ക്യാമറോൺ ഗ്രീൻ വിളിച്ച് പുറത്താകും. ബട്ട്ലർ അദ്ദേഹത്തിന്റെ ഫോമിലൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വലിയ മോശമാക്കില്ല. 15 പന്തിൽ 25 റൺസ് ബട്ട്ലർ പോകുന്നു. വാഷിംഗ്ടൺ സുന്ദർ 13 പന്തിൽ 13. അദ്ദേഹത്തെ അങ്ങനെ കളിച്ചാൽ മതി. കാരണം അപ്പോഴത്തേക്ക് അവർക്ക് ടാർഗറ്റ് ഒക്കെ വന്നിരുന്നു. കാരണം പിന്നെ അവർക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ അവർക്ക് പിന്നീട് വന്ന് ബട്ടർ ഉള്ളത് 10ാമത്തെ ഓവറിലാണ്. അപ്പോഴത്തേക്ക് 90 എത്തി. പിന്നെ അവർക്ക് വേണ്ടത് 90 റൺസേ കൊണ്ട് 10 ഓവർ 60 ബോൾ 300 റൺ ഒരു ഓവറിൽ 9 റണ്ണോ 8 റണ്ണൊക്കെ എടുത്ത് കളിച്ച് ജയിക്കാൻ പറ്റുന്ന സ്കോറേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കളിച്ചാൽ മതി എന്നറിയാം. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ 15ാമത്തെ ഓവറിൽ പോകുന്നു. 16ാമത്തെ ഓവർ തന്നെ ശുഭ്മൻ ഗില്ലും പോകുന്നു. അങ്ങനെ 2 വിക്കറ്റുകൾ 12ാമത്തെ ഓവറിൽ വരുന്നു. യഥാർത്ഥത്തിൽ ഗില്ലിനെ ഒരു കിടിലൻ ക്യാച്ചാണത് നമ്മുടെ ക്യാമറൺ ഗ്രീൻ അടിക്കുക. ഡൈവിംഗ് ക്യാച്ചാണത്. വൈഭവ് അറോറയുടെ മുതൽ ഗില്ല് പിടിച്ചിട്ട് ഗില്ല് ഔട്ട് ആവുന്ന ഗ്രീൻ പിടിച്ചിട്ട് 86 റൺസിനാണ് ഗില്ല് പോകുന്നത്. മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. ഗ്ലാൻ ഫിലിപ്സ് ഇന്നലെ 2 ഫോറുകൾ അടിച്ചു. 16 പന്തിൽ 19 റൺസ്. അങ്ങനെ കളി അവസാനത്തെ ഓവർ വരെ നീണ്ടിട്ടുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. ലാസ്റ്റത്തെ ഓവറിലേക്ക് 5 റൺസ് ആയിരുന്നുണ്ട്. ലാസ്റ്റത്തെ 2 ബോൾ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും മറക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ കളി യഥാർത്ഥത്തിൽ KKR ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്നില്ല. അവർക്ക് എവിടെയും അവർക്ക് ഹോപ്പ് വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഗില്ല് പോകുമ്പോൾ 187 എത്തി. പിന്നെ അവിടെ ഉള്ളത് ഗ്ലെൻ ഫിലിപ്സും റാഷിദ് ഖാനും രാഹുൽ തവാട്ടി ഷാറൂഖ് ഖാനും ഒക്കെ ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു 20 റൺസും 30 റൺസൊക്കെ വേണ്ടു ആ 3-4 ഓവറിലൊക്കെ. ഇതൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. 4 കില്ലം ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ സുഖമല്ലേ വരും. അതുകൊണ്ട് ഇന്നലെ പ്രതീക്ഷിക്കാനേ പറ്റിയിട്ടില്ല. KKRന്റെ ബൗളിംഗിലേക്ക് വന്നാൽ അവർക്കിപ്പോ മദീഷ 15 ജോയിൻ ചെയ്തു. പക്ഷെ അദ്ദേഹം ഇന്നലെ കളിച്ചിട്ടില്ല. അദ്ദേഹം അടുത്ത മത്സരം അദ്ദേഹം കളിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ ആരാധകരുള്ളത്. എത്രയും പെട്ടെന്ന് 15 വരേണ്ടതാണ്. പിന്നെ അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രവീന്ദ്രനെ കളിക്കാൻ സ്ലോട്ട് അവർക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ടീമിലുണ്ട്. പിന്നെ സൈഫോട് 2 ഒന്നിച്ചെടുക്കാൻ പറ്റുന്നില്ല. മനീഷ് പാണ്ഡ്യ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന് പരിഹരിക്കാനാണ് KKR. വൈഭവ് അറോറനെ വരുന്നത് 4 ഓവറിൽ 35 റൺസിന്റെ വൈഭവ് അറോറ വിട്ടുകൊടുത്തത്. 1 വിക്കറ്റാണ് എടുത്തത്. കാർത്തിക് ത്യാഗി 4 ഓവർ 40-0. അനുകൂൽ 3 ഓവർ 37-0. സുനിൽ നരേൻ അദ്ദേഹമാണ് KKR ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ. അദ്ദേഹം ഇന്നലെ മികച്ചിരുന്നതും 4 ഓവർ 28 റൺസ് മാത്രമേ സുനിൽ നരേൻ വിട്ടുകൊടുത്തിട്ടുള്ളൂ. വരുൺ ചക്രവർത്തി കുറെ കാലത്ത് ശേഷം കളിച്ച ഇമ്പാക്ട് ആയിട്ട് വന്നു. 2 വിക്കറ്റ് എടുത്തു. 4 ഓവർ 34. രമൺദീപ് സിംഗ് 4 ബോളർ 5 റൺസ് വിട്ടെടുത്തു. കളി തോറ്റു. അതായത് ഒരു വിക്കറ്റ് എടുത്തു. ഗ്ലെൻ ഫിലിപ്സിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം ആ 19ാമത്തെ ഓവർ ആദ്യത്തെ പന്തിൽ. ഇപ്പൊ KKRന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ. അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇഞ്ചുറി പ്രശ്നങ്ങളും ബൗളിംഗിലെ ഫോം ഔട്ടും ബാറ്റിംഗിലെ ഇൻകൺസിസ്റ്റൻസി ഒക്കെ അവർക്ക് ഒരു പ്രശ്നമാണ്. അതൊക്കെ തിരിച്ചവർ വരേണ്ടതുണ്ട്. അവർക്ക് ടൈമായി. ഇനിയുള്ള കളികളൊക്കെ അവർക്ക് ക്രൂഷ്യലാണ്. ഇന്നത്തെ GTയുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ എന്ന് പറയുന്നത് ശുഭ്മൻ ഗിൽ പറയുന്നു, ഞാൻ ഇപ്പൊ ഓറഞ്ച് ബോൾഡറാണ്. എന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. ഇപ്പോ നിങ്ങൾ 2023 തൊട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തു നോക്കും. 23, 24, 25, 26 ഈ 4 സീസൺ കൂടി ഏറ്റവും കൂടുതൽ കമ്പൈൻഡ് സ്കോർ ചെയ്ത പ്ലെയർ ആരാ? ടോപ്പിൽ ഞാനുണ്ടാവും. അപ്പൊ ഹേറ്റ് ചെയ്യണമെങ്കിൽ ഹേറ്റ് ചെയ്യാം. അതൊന്നും എന്നെ ഇതാക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മുടെ ബൗളിങ്ങിന്റെ കാര്യം, റബാഡയും സിറാജും ഇവർ 2 പേരും മികച്ച ബൗളിങ്ങിൽ ഇപ്പൊ കാഴ്ചവെക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പ്രസിദ്ധ കൃഷ്ണ മോശമല്ല. റാഷിദ് ഖാൻ എക്സ്പെൻസീവ് ആയി പോയിട്ടുണ്ടാവും. റാഷിദ് ഖാൻ ഇന്നലെ ഇപ്പൊ 45 റൺസ് എടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഓവർ കണ്ടില്ലേ, മികച്ച രീതിയിൽ അത് വരുന്നില്ലേ. അപ്പൊ നമ്മൾക്ക് എല്ലാ ഇതിലും നമ്മൾ മികച്ച രീതിയിൽ വരുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പെക്ട് ആണ്, അതും മികച്ച രീതിയിലാണുള്ളത് എന്നുകൂടി ശുഭ്മൻ ഗിൽ പറയുന്നുണ്ട്. റബാഡ പറയുന്നത് എന്തോ, റബാഡ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പർട്ടിക്കുലർലി വെല്ലായിട്ട് ബോൾ ചെയ്തിട്ടില്ല എന്നാണ് റബാഡ പറയുന്നത്. കുറച്ച് ചലഞ്ചൊക്കെ എനിക്ക് വന്നിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ മറികടന്നിട്ടുണ്ടെന്ന് ശരിയാണ്. പക്ഷെ ഒരല്പം ഞാൻ റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുകൂടി റബാഡ പറയുന്നുണ്ട്. രഹാന പറയുന്നത് അറിയോ,
നമുക്കൊരു 2-3 വിക്കറ്റ് പോയി തുടക്കത്തിൽ. അതാണ് പറ്റിപ്പോയത്. കാരണം പവർ പ്ലേയിൽ KKR 3 വിക്കറ്റ് ഇന്നലെ പോയിട്ട് 36 റൺസിന് 3 KKR പോയത്. പിന്നെ ഗ്രീൻ ഇന്നലെ ഫാന്റാസ്റ്റിക് ആയിട്ട് കളിച്ചു. അദ്ദേഹം കൃത്യമായ ഘട്ടത്തിൽ 4ഉം 6ഉം സിംഗിളൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഗ്രീസിൽ പിടിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് 150ലേക്ക് എത്താൻ പറ്റിയെന്നും കൂടി നമ്മുടെ രഹാന പറഞ്ഞ പിന്നെ ഗില്ലിന്റെ പ്രകടനവും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പൊ KKR തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. പക്ഷെ റിയാലിറ്റി ചിന്തിച്ചാൽ KKR ഈ സീസണില് ശരിക്കാനില്ല. അതാണ് റിയാലിറ്റി. കാരണം ഇനി 8 കളിയിൽ 8 മത്സരം വിജയിച്ചാൽ മാത്രം പോരാ. ഈ ഫോർമുലേഷൻ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എതിരാളികളുടെ പരാജയം കൂടെ അവർക്ക് നോക്കേണ്ടതായിട്ടുണ്ടാവും. ഒരു മത്സരം കൂടെ അവർ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ അത് പ്രശ്നത്തിലേക്ക് വരും. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.